ഓക്കെ, അപ്പോൾ ഈ ചോദ്യം എടുത്തിരിക്കുന്നത് HSC നാച്ചുറൽ സയൻസ് ഒരു പ്രീവിയസ് എക്സാമിൽ നിന്നാണ്. നമസ്കാരം, വെൽക്കം ടു എൻട്രി യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSC നാച്ചുറൽ സയൻസിൻ്റെ സിലബസിലെ ബ്രയോഫൈറ്റ്സ് എന്ന പോർഷനിൽ കുറച്ച് PYQസും കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ഒരു ചോദ്യം നോക്കുക. ബ്രയോഫൈറ്റുകളെ സസ്യലോകത്തിലെ ഉഭയജീവികൾ എന്ന് വിളിക്കാനുള്ള കാരണം. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ, വെള്ളത്തിലും കരയിലും കാണപ്പെടുന്നതുകൊണ്ട്. ഓപ്ഷൻ ബി, ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ മാത്രം കാണപ്പെടുന്നതുകൊണ്ട്. ഓപ്ഷൻ സി, ലൈംഗിക ജീവിതചക്രം പൂർത്തിയാക്കുവാൻ ജലം ആവശ്യമുള്ളതിനാൽ. ഓപ്ഷൻ ഡി, കരയിൽ ജീവിക്കുവാൻ ആദ്യമായി അനുകൂലനങ്ങൾ രൂപപ്പെട്ടതിനാൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ബ്രയോഫൈറ്റ്സിനെ ഉഭയജീവികളെന്ന് വിളിക്കുന്നതെന്ന് കൃത്യമായൊരു ധാരണ ഇല്ലാത്ത ഒരാൾക്ക് ഈ ഒരു ഓപ്ഷൻസ് 4 വായിക്കുന്ന സമയത്ത് ഏതാണെന്നുള്ള തീർച്ചയായിട്ടും കൺഫ്യൂഷൻസ് ഉണ്ടാവും. എന്നിരുന്നാലും നമുക്ക് വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു പ്ലാന്റിൻ്റെ ഒരു ടൈപ്പ് അല്ല ബ്രയോഫൈറ്റ്സ് എന്നുള്ളൊരു ധാരണയുള്ളത് കൊണ്ട് ഓപ്ഷൻ എ വേണമെങ്കിൽ സിമ്പിളായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. എന്നാലും ബാക്കി 3 ഓപ്ഷൻസും കൺഫ്യൂസിങ് ആണ്. ശരിക്കും ഒരു ധാരണ ഇല്ലാത്തൊരാളെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോ ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം. ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ മാത്രം കാണപ്പെടുന്നത് കൊണ്ട്. അപ്പോൾ ഈർപ്പമുള്ള സ്ഥലങ്ങളിലാണ് ബ്രയോഫൈറ്റ്സ് ജീവിക്കുന്നത് നമുക്കറിയാം. നനഞ്ഞ മണ്ണ്, നനവുള്ള പാറ അല്ലെങ്കിൽ നനഞ്ഞ മതിൽ, അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലാണ് ബ്രയോഫൈറ്റ്സ് ജീവിക്കുന്നത്. പക്ഷെ അതുകൊണ്ടല്ല അതിനെ ഉഭയജീവികളെന്ന് പറയുന്നത്. അതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി പ്രസക്തമായൊരു റീസൺ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പ്ലാന്റ് ഗ്രൂപ്പിനെ നമ്മൾ ഉഭയജീവികൾ, സസ്യലോകത്തിലെ ഉഭയജീവികൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. അപ്പോൾ അതത്ര എന്ന് വെച്ചാൽ കൂട്ടത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അത്രയും സിഗ്നിഫിക്കൻ്റ് ആയ ഒരു റീസൺ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു പേര് കൊടുക്കുന്നത്. അല്ലാതെ ഈ ഒരു കാര്യം ശരിയല്ലാത്തത് കൊണ്ടല്ല. ഓപ്ഷൻ വൈസ് നോക്കുമ്പോൾ എല്ലാതും കറക്റ്റായിട്ട് വരുന്നതാണ്. പക്ഷെ ഉഭയജീവി എന്ന് പറയണമെങ്കിൽ അതിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു റീസൺ ഉണ്ട്. അപ്പോൾ അതിന് ആപ്റ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അടുത്ത ഓപ്ഷൻ നോക്കാം. അപ്പോൾ ഇതും കൂടി നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഓപ്ഷൻ സി നോക്കുകയാണ്. ലൈംഗിക ജീവിതചക്രം പൂർത്തിയാക്കുവാൻ ജലം ആവശ്യമുള്ളതിനാൽ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വായിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കണം. അതായത് ഈ ഒരു പ്ലാന്റ് ഗ്രൂപ്പിൻ്റെ ലൈഫ് സൈക്കിൾ മൊത്തം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഹാപ്ലോയിഡ് സ്റ്റേജും ഒരു ഡിപ്ലോയിഡ് സ്റ്റേജും ആൾട്ടർനേറ്റ് ചെയ്ത് ഇങ്ങനെ വരണമല്ലോ. അങ്ങനെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് കടന്നു വരുന്ന സമയത്താണ് ജീവിതചക്രം പൂർത്തിയാകുന്നത്. അപ്പോൾ അങ്ങനെ പൂർത്തിയാകണമെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ലൈംഗിക ജീവിതചക്രം പൂർത്തിയാക്കുവാൻ എന്നാണ്. അപ്പോൾ ലൈംഗിക പ്രത്യുൽപാദനം നടക്കണമെങ്കിൽ അപ്പോൾ ആദ്യത്തെ 2 ഓപ്ഷൻസും നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇനി മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് വരാം. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ലൈംഗിക ജീവിതചക്രം പൂർത്തിയാക്കുവാൻ ജലം ആവശ്യമുള്ളതിനാൽ. അപ്പോൾ ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ വെള്ളം കൂടിയേ തീരൂ. എങ്ങനെയായിരുന്നു ബ്രയോഫൈറ്റ്സിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്? ഈ മൊട്ടൈലായിട്ടുള്ള ബൈഫ്ലജലേറ്റഡ് ആയിട്ടുള്ള ആന്ത്രോസോയിഡ്സ് വെള്ളത്തിലൂടെ സ്വിം ചെയ്തിട്ടാണ് അണ്ടത്തിൻ്റെ അടുത്തേക്ക് എത്തി ബീജസങ്കലനം നടക്കുന്നത്, അല്ലേ? അപ്പോൾ ആ വെള്ളത്തിൻ്റെ പ്രസൻസ് അവിടെ അത്രയും പ്രധാനപ്പെട്ടതാണ്. വെള്ളത്തിൻ്റെ പ്രസൻസ് ഇല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു മെച്ചുറായിട്ടുള്ള സ്പേംസിന് അണ്ടത്തിൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ മീഡിയം അത്രയും അവിടെ പ്രധാനമായതുകൊണ്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ വെള്ളം കൂടിയേ തീരൂ, അല്ലേ? അപ്പോൾ അത്രയും പ്രധാനം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു സസ്യ ഗ്രൂപ്പിനെ എന്ത് പറയുന്നത്? സസ്യ ഗ്രൂപ്പിലെ അല്ലെങ്കിൽ സസ്യങ്ങളിലെ ഉഭയജീവികളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഓപ്ഷൻ സിയിലേക്ക് വരികയാണ്. ഓപ്ഷൻ സി ഒന്ന് നോക്കുക. ലൈംഗിക ജീവിതചക്രം പൂർത്തിയാക്കുവാൻ ജലം ആവശ്യമായതിനാൽ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വായിക്കുമ്പോൾ ലൈംഗിക ജീവിതചക്രം പൂർത്തിയാകണമെങ്കിൽ ജലം വേണമെന്ന് പറയുന്നു. അപ്പോൾ വെള്ളത്തിൻ്റെ മീഡിയത്തിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുള്ളൂ. അപ്പോൾ ബ്രയോഫൈറ്റ്സിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയായിരുന്നു? നമ്മൾ ബ്രയോഫൈറ്റ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഉള്ളവർക്ക് അറിയാം, HSC നാച്ചുറൽ സയൻസിൻ്റെ സിലബസിൽ ബ്രയോഫൈറ്റ്സ് എന്നുള്ള പോർഷനൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയും ചെയ്തതാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൽ ബ്രയോഫൈറ്റ്സിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്? വെള്ളത്തിൻ്റെ പ്രസൻസ് ഉള്ള സമയത്ത് മാത്രം മഴത്തുള്ളിയിലൂടെയോ അല്ലെങ്കിൽ മഞ്ഞുതുള്ളിയിലൂടെയോ ഒക്കെയാണ് മൊട്ടൈലായിട്ടുള്ള സ്പേംസ്, ബൈഫ്ലജലേറ്റഡ് ആയിട്ടുള്ള ആന്ത്രോസോയിഡ്സ് നീന്തി വന്നിട്ട് മെച്ചുറായിട്ടുള്ള അണ്ടത്തിനെ ഫെർട്ടിലൈസ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ സിക്താണ്ഡം രൂപപ്പെടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ സെക്ഷൽ റീപ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നാൽ മാത്രമേ നമുക്ക് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ ബ്രയോഫൈറ്റ്സിന്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അത്രയും പ്രസക്തമായൊരു സ്ഥാനം വെള്ളത്തിൻ്റെ ഒരു പ്രസൻസിനുണ്ട്.
ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സസ്യഗ്രൂപ്പിലെ ഉഭയജീവികൾ എന്ന് ബ്രയോഫൈറ്റ്സിന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. എന്നാൽ ഓപ്ഷൻ ഡി കൂടെ ഒന്ന് നോക്കാം. കരയിൽ ജീവിക്കുവാൻ ആദ്യമായി അനുകൂലനങ്ങൾ രൂപപ്പെട്ടതിനാൽ. അപ്പോൾ കരയിലേക്ക് ഇവല്യൂഷണറി സീക്വൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ്സ് എന്നറിയപ്പെടുന്നത് ബ്രയോഫൈറ്റ്സ് തന്നെയാണ്. പക്ഷേ അതുകൊണ്ടല്ല അവയെ ഉഭയജീവികൾ എന്ന് പറയുന്നത്. നമുക്ക് ചോദ്യത്തിലെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരമാണല്ലോ കണ്ടെത്തേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ആൻസർ അല്ല ഇവിടെ വരിക. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ. നമുക്ക് നോക്കാം. കണ്ടോ, ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം എടുത്തിരിക്കുന്നത് HSA നാച്ചുറൽ സയൻസ് ഒരു പ്രീവിയസ് എക്സാമിൽ നിന്നാണ്. 2022 നടന്നിട്ടുള്ള HSAയുടെ എക്സാമിൽ നിന്ന് എടുത്ത ചോദ്യമായിരുന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഫ്യുനേറിയയിൽ ആസ്യരന്ധ്രങ്ങൾ കാണപ്പെടുന്നത്. ഫ്യുനേറിയയിൽ എവിടെയാണ് ആസ്യരന്ധ്രങ്ങൾ കാണപ്പെടുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇല, ഓപ്ഷൻ ബി തണ്ട്, ഓപ്ഷൻ സി ക്യാപ്സ്യൂൾ, ഓപ്ഷൻ ഡിയിൽ കൊടുത്തിരിക്കുന്നത് എ ആൻഡ് ബി എന്നാണ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫ്യുനേറിയയുടെ സ്ട്രക്ചർ, ബോഡി സ്ട്രക്ചറും അനാട്ടമിയും ഒക്കെ പഠിച്ചതാണ്. ഈ ആസ്യരന്ധ്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് ഘടനേൻ്റെ മലയാളമാണ് ആസ്യരന്ധ്രങ്ങൾ? സ്റ്റൊമാറ്റ അല്ലേ? സ്റ്റൊമാറ്റേനാണ് ആസ്യരന്ധ്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫ്യുനേറിയയുടെ ബോഡി സ്ട്രക്ചേഴ്സൊക്കെ ഓർക്കുന്നുണ്ടോ? നമ്മുടെ ഗാമെറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി ഉണ്ടായിരുന്നു, സ്പോറോഫൈറ്റിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും ഉണ്ടായിരുന്നു. ഗാമെറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി 2 തരത്തിലുണ്ടായിരുന്നു. ഒരു പ്രോട്ടോണിമൽ സ്റ്റേജും ഒരു ലീഫി സ്റ്റേജും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 സ്റ്റേജും ഓർത്ത് നോക്കുക. അതിൽ സ്റ്റൊമാറ്റ കണ്ടിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ സ്പോറോഫൈറ്റിൽ മാത്രമായിരുന്നു സ്റ്റൊമാറ്റ കണ്ടത്? അപ്പോൾ പഠിച്ചിട്ടുള്ളവർക്കറിയാം ക്യാപ്സ്യൂളിൽ തീർച്ചയായിട്ടും സ്റ്റൊമാറ്റ ഉണ്ട്. അതായത് എങ്ങനെയായിരുന്നു ആ ക്യാപ്സ്യൂളിൻ്റെ ഘടന എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ സ്പോറോഫൈറ്റിൻ്റെ ഘടന എങ്ങനെയായിരുന്നു? ഒരു നീണ്ട സീറ്റയും അതിൻ്റെ അറ്റത്തൊരു ഫെർട്ടൈൽ ആയിട്ടുള്ള ക്യാപ്സ്യൂൾ ഉണ്ടായിരുന്നു. ഈ ക്യാപ്സ്യൂളിൽ ഏറ്റവും പുറമേയുള്ള എപ്പിഡെർമിസ് എന്നുള്ള ലെയറിൽ എന്തുണ്ട്? ആസ്യരന്ധ്രങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഫ്യുനേറിയയിലെ ക്യാപ്സ്യൂള് സ്പോറോഫൈറ്റിക് ജനറേഷൻ്റെ സ്പോറോഫൈറ്റിൻ്റെ ഭാഗമാണ് അല്ലേ? അപ്പോൾ ഈ സ്പോറോഫൈറ്റിൻ്റെ അതർ പാർട്സ് ഏതൊക്കെയായിരുന്നു? ഒരു ഫൂട്ടുണ്ട്, ചെറിയൊരു ഫൂട്ടുണ്ട്. ഈ ഫൂട്ട് വെച്ചിട്ടാണ് ഗാമെറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡിയിലേക്ക് സ്പോറോഫൈറ്റിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഫെർട്ടൈൽ ആയിട്ടുള്ള ക്യാപ്സ്യൂളാണ് ഏറ്റവും മുകളിലുള്ളത്. ഈ ക്യാപ്സ്യൂളിനെ ഫൂട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ നീണ്ടൊരു തണ്ടിൻ്റെ പേരായിരുന്നു എന്താണ്? സീറ്റ എന്നുള്ളത്. അപ്പോൾ ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ എന്നീ 3 ഭാഗങ്ങളുള്ള വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്പോറോഗോണിയാണ് നമ്മൾ ഏതിൽ കണ്ടത്? ഫ്യുനേറിയയിൽ കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വെൽ ഡെവലപ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും കൂടെ ഫ്യുനേറിയയുടെ ക്യാപ്സ്യൂളിൽ കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൽ സ്റ്റൊമാറ്റ കണ്ടത് നമ്മൾ. അപ്പോൾ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള കുറച്ച് കോശങ്ങളുണ്ടായിരുന്നു. പിന്നെ എന്തുണ്ടായിരുന്നു? സ്റ്റൊമാറ്റ ഉണ്ടായിരുന്നു. അപ്പോൾ വായു സഞ്ചാരം അല്ലെങ്കിൽ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടത്താനായിട്ടുള്ള സ്റ്റൊമാറ്റയും ഫോട്ടോസിന്തസിസ് നടത്താനായിട്ടുള്ള ക്ലോറോഫിലും ഏതിൽ അടങ്ങിയിട്ടുണ്ട്? ഈ ക്യാപ്സ്യൂളിൽ അടങ്ങിയിട്ടുണ്ട്. ഫ്യുനേറിയയുടെ ക്യാപ്സ്യൂളിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ക്യാപ്സ്യൂളിൽ ഉണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്യാപ്സ്യൂളിൻ്റെ ഘടനയൊക്കെ അറിയാവുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ക്യാപ്സ്യൂളിൽ സ്റ്റൊമാറ്റ ഉണ്ടെന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റും. പക്ഷേ അപ്പോഴാണ് ഇലയും തണ്ടും ഒക്കെ അവിടെ ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ ഇലയിൽ സ്റ്റൊമാറ്റ ഉണ്ടാവില്ല എന്ന് കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. കാരണം ഇല ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള പാർട്ടാണ്. അപ്പോൾ അതിൽ സ്റ്റൊമാറ്റ ഉണ്ടാവില്ലേ? ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി സ്റ്റൊമാറ്റ ഇലകളിൽ കാണുന്നില്ലേ എന്ന് കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ഞാൻ ക്ലിയർ ചെയ്യാം. അതായത് ഈ ഇലയും തണ്ടും ഒക്കെ എവിടെയാണ് കാണപ്പെടുന്നത്? ഫ്യുനേറിയയുടെ 2 ലൈഫ് സ്റ്റേജസ് ഉള്ളതിൽ ഗാമെറ്റോഫൈറ്റിക് ലൈഫ് സ്റ്റേജിലാണ് ഏത് കാണുന്നത്? ഈ ഇലയും തണ്ടും ഒക്കെ ഉള്ള ഒരു രൂപഘടന കാണുന്നത്. അതായത് ഒന്നുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫ്യുനേറിയയിൽ ഉണ്ടാകുന്ന ഹാപ്ലോയിഡ് സ്പോർസ് ജെർമിനേറ്റ് ചെയ്ത് ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു ഗാമെറ്റോഫൈറ്റിക് ജനറേഷൻ്റെ ആദ്യമായിട്ട് വരുന്ന ഭാഗമാണ് പ്രോട്ടോണിമൽ സ്റ്റേജ്. അപ്പോൾ ഈ പ്രോട്ടോണിമ ഉണ്ടായി കഴിയുമ്പോൾ പ്രോട്ടോണിമയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു രൂപഘടനയാണ് ലീഫി സ്റ്റേജ്. ഈ ലീഫി സ്റ്റേജിലാണ് ഇലയും തണ്ടും ഒക്കെ കാണപ്പെടുന്നത്. അപ്പോൾ ഗാമെറ്റോഫൈറ്റിക് സ്റ്റേജിൽ 2 തരം രൂപഘടന കാണിക്കുന്നുണ്ട്. ആദ്യത്തേതാണ് ഇത് പ്രോട്ടോണിമൽ സ്റ്റേജ്, രണ്ടാമത്തേതാണ് ലീഫി സ്റ്റേജ്. അപ്പോൾ ഈ 2 സ്റ്റേജും ഏതിലും ഉൾപ്പെട്ടതാണ്? ഗാമെറ്റോഫൈറ്റിക് ഫേസിൽ ഉൾപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഘടനയാണ്. അപ്പോൾ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഘടനയിൽ ഒരിക്കലും സ്റ്റൊമാറ്റ ഒന്നും കാണില്ല. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വലിയൊരു ഫീച്ചറാണ് ഈ സ്റ്റൊമാറ്റയുടെ പ്രസൻസ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അതൊരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ഘടനയിൽ ഒരിക്കലും കാണപ്പെടുന്നില്ല. കൂടാതെ ഇല ഒരു എന്താ പറയുക, ഒരു സിംഗിൾ ലെയർ
പാരൻകൈമ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും തിൻ വോൾഡ് സെൽസ് ഒക്കെ ആയതുകൊണ്ട് സിമ്പിളായിട്ട് ഡിഫ്യൂഷൻ വഴിയൊക്കെ ഗ്യാസ് എക്സ്ചേഞ്ച് നടത്താൻ പറ്റും. പിന്നെ ലൂസ്ലി പാക്ഡ് ആയിട്ടുള്ള സെൽസ് ആണ്, അപ്പോൾ ഇടയിലൊക്കെ ഇൻറ്റർസെല്ലുലാർ സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ സുഖമായിട്ട് ഡിഫ്യൂഷനിലൂടെയൊക്കെ ഗ്യാസ് എക്സ്ചേഞ്ച് സാധ്യമാകുന്ന ഒരു സ്ട്രക്ചറാണ് ഈ ഇലകൾ. ഇലകൾ എന്ന് പറയുമ്പോൾ അത്രയും വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഇലകളൊന്നുമല്ല, ഇല പോലെയുള്ള ഘടനയാണ് ബ്രയോഫൈറ്റ്സിലൊക്കെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇലകളിൽ ഗ്യാസ് എക്സ്ചേഞ്ച് നടത്താനായിട്ട് പ്രത്യേകമായിട്ട് ഒരു അവയവത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, അതായത് സ്റ്റൊമാറ്റയുടെ ഒന്നും ആവശ്യമേ ഇല്ല ഈ ഒരു ഇലയുടെ ടിഷ്യൂസ് അത്രയും സിമ്പിളാണ്, സുഖമായിട്ട് ഡിഫ്യൂഷനിലൂടെയൊക്കെ ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്തോളും. അപ്പോൾ സ്റ്റെമ്മിലും തീർച്ചയായിട്ടും സ്റ്റൊമാറ്റ കാണാൻ സാധ്യതയില്ല. അപ്പോൾ അതൊന്നും ആൻസറായിട്ട് വരുന്നില്ല. നമ്മുടെ കറക്റ്റ് ആൻസർ ക്യാപ്സ്യൂൾ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കറക്റ്റ് ആണോ എന്ന്. അതെ, ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വന്നിരിക്കുന്നത്. ഫ്യൂണേറിയൽ ആസ്യരന്ധ്രങ്ങളുള്ളത് ക്യാപ്സ്യൂളിൽ മാത്രമാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം എടുത്തിരിക്കുന്നത് സെയിം എക്സാമിൽ നിന്നാണ്. HSA നാച്ചുറൽ സയൻസിൻ്റെ 2022 നടന്ന എക്സാമിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതും. പിന്നെ നമ്മൾ നോക്കുമ്പോൾ 2016 HSA എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ബ്രയോഫൈറ്റ്സ് നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇനി വരാൻ പോകുന്ന എക്സാമിൽ 2 or 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ബ്രയോഫൈറ്റ്സ് എന്നുള്ള പോർഷനിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം കിട്ടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ലെക്കാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബ്രയോഫൈറ്റ്സ് എന്നുള്ള ഭാഗത്ത് നമുക്ക് 3 ടൈപ്പേ പഠിക്കാനുള്ളൂ. ഏതൊക്കെയായിരുന്നു? റിക്സിയ, ഫ്യൂണേറിയ ആൻഡ് ആന്തോസിറോസ്. അപ്പോൾ ഇത്രയും 3 ടൈപ്പ് മാത്രം പഠിക്കുക എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു പോർഷനാണ്. ആ ഒരു പോർഷനിൽ നിന്ന് 3 ചോദ്യമൊക്കെ കിട്ടിയാൽ നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് തന്നെ അത് കണക്കാക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഈ ചോദ്യം ഒന്ന് വായിക്കാം. റിക്സിയയിലെ സ്പോറോഫൈറ്റ് എങ്ങനെയുള്ളതാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ, ദീർഘകാലം ജീവിക്കുകയും ഫോട്ടോസിന്തസിസ് നടത്തുകയും ചെയ്യുന്നു. കുറേ കാലം മണ്ണിൽ ഇങ്ങനെ പെർസിസ്റ്റ് ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി, ക്ഷണികവും ഫോട്ടോസിന്തസിസ് ചെയ്യാത്തതുമാണ്. ക്ഷണികം എന്ന് പറയുമ്പോൾ എന്താ, പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് എന്ന് പറയുന്നു. ഫോട്ടോസിന്തസിസ് ഒന്നും ഇല്ലാത്തതാണ്. ഓപ്ഷൻ സി പറയുമ്പോൾ ശാഖിതവും സ്വതന്ത്രവുമായിരിക്കും. ഓപ്ഷൻ ഡി എന്താ, ഗ്യാമെറ്റോഫൈറ്റിനോട് സമാനതയുള്ളതായിരിക്കും. എങ്ങനെയായിരുന്നു ഗ്യാമെറ്റോഫൈറ്റിൻ്റെ ഘടന? ഏത് പ്ലാന്റാ പറഞ്ഞത്? റിക്സിയുടെ ഗ്യാമെറ്റോഫൈറ്റ് എങ്ങനെയാ? താലോയിഡ് ആണ്, ലോബ്ഡ് ആയിട്ടുള്ള താലസ് ആണ്. ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിലെ ആൻസർ കറക്റ്റായിട്ട് വരിക ഏതാണ്? ദീർഘകാലം ഒരിക്കലും ജീവിക്കില്ല, പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നതാണ്. അപ്പോൾ ക്ഷണികവും ഫോട്ടോസിന്തറ്റിക് അല്ലാത്തതുമാണ്. ഫോട്ടോസിന്തസിസ് ചെയ്യാൻ സാധിക്കാത്ത സ്പോറോഫൈറ്റ് ആണ്. ചെറിയൊരു ക്യാപ്സ്യൂളിൻ്റെ ഘടന മാത്രമാണ് റിക്സിയിലെ സ്പോറോഫൈറ്റിനുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ശാഖകളൊന്നുമില്ല, അതേപോലെ ഗ്യാമെറ്റോഫൈറ്റിനോട് സമാനതയുള്ളതല്ല. ഗ്യാമെറ്റോഫൈറ്റിക്ക് ഒരു താലോയിഡ് ആയിട്ടുള്ള ബോഡിയാണ്, സ്പോറോഫൈറ്റ് എന്ന് വെച്ചാൽ ഒരു ക്യാപ്സ്യൂളാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ബി ആണ്. രണ്ടാമത്തെ ചോദ്യം നോക്കുക. റിക്സിയ ഏത് തരത്തിലുള്ള താലസ് ഘടനയാണ് കാണിക്കുന്നത്? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ, ഫോളിയോസ് ആൻഡ് ഡിപ്ലോയിഡ്. ഓപ്ഷൻ ബി, താലോയിഡ് ആൻഡ് ഹാപ്ലോയിഡ്. ഓപ്ഷൻ സി, ഫ്രൂട്ടിക്കോസ് ആൻഡ് ട്രിപ്ലോയിഡ്. ഓപ്ഷൻ ഡി, അക്രോകാർപ്പസ് ആൻഡ് ടെട്രാപ്ലോയിഡ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ റിക്സിയയുടെ ഗ്യാമെറ്റോഫൈറ്റിൻ്റെ ഒരു സ്ട്രക്ചർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? താലോയിഡ് ആയിട്ടുള്ള പ്ലാൻ ബോഡിയാണ്. പ്രത്യേകിച്ച് ലീഫ്, സ്റ്റെം, റൂട്ടിൽ ഡിഫറൻസിയേഷൻ കാണാൻ പറ്റില്ല. ഒരു താലോയിഡ് ആയിട്ടുള്ള ബോഡിയാണ്, പ്ലാൻ ബോഡിയാണ്. അത് ഹാപ്ലോയിഡ് സ്ട്രക്ചറാണ്. കാരണം ഗ്യാമെറ്റോഫൈറ്റിക് പ്ലാൻ ബോഡിയാണ്, അതുകൊണ്ട് ഹാപ്ലോയിഡ് സ്ട്രക്ചറാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ വരിക? ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. നോക്കാം. കണ്ടോ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ആന്തോസിറോസിൻ്റെ സ്പോറോഫൈറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ആന്തോസിറോസിൻ്റെ സ്പോറോഫൈറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ആന്തോസിറോസ് എന്ന് പറയുമ്പോൾ ഹോൺവേർട്ട് ആണല്ലേ. ഹോൺവേർട്ടിൻ്റെ സ്പോറോഫൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഹോൺ പോലെ അതിൻ്റെ ഗ്യാമെറ്റോഫൈറ്റിക് പ്ലാൻ ബോഡിയിൽ നിന്നൊരു ഹോൺ പോലെ, ഒരു കൊമ്പ് പോലെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന തരത്തിലുള്ള സ്പോറോഫൈറ്റ് ആണ്. ഇനി ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക. ഓപ്ഷൻ എ, ഇത് പൂർണ്ണമായും ഗ്യാമെറ്റോഫൈറ്റിൽ നിന്നും സ്വതന്ത്രമാണ്. ഓപ്ഷൻ ബി, ഇതിന് സ്ഥിരമായ മെരിസ്റ്റമാറ്റിക് പ്രദേശമുണ്ട്. ഓപ്ഷൻ സി, ഇതിന് സ്റ്റൊമാറ്റ ഇല്ല. ഓപ്ഷൻ ഡി, ഇത് ശാഖിതമായി കാണപ്പെടുന്നു. അപ്പോൾ ഈ സ്പോറോഫൈറ്റിന് ശാഖകളില്ല, അപ്പോൾ ഇത് ഒഴിവാക്കാൻ പറ്റും. ഇതിന് സ്റ്റൊമാറ്റ ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ആന്തോസിറോസിൻ്റെ സ്പോറോഫൈറ്റിൽ സ്റ്റൊമാറ്റ ഉണ്ട്, അപ്പോൾ നമുക്ക് ഇതും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് സ്ഥിരമായ ഒരു മെരിസ്റ്റമാറ്റിക് പ്രദേശമുണ്ട്. അത് ഓപ്ഷൻ ശരിയാണ്.
ഒരു മെരിസ്റ്റമാറ്റിക് സോൺ എപ്പോഴും ആക്റ്റീവ്ലി ഡിവൈഡിങ് ആയതുകൊണ്ടാണ് ഈ ഒരു സ്പോറോഫൈറ്റ് ഇങ്ങനെ എപ്പോഴും ഇൻഡെഫിനിറ്റ് ആയിട്ട് മുകളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പൂർണ്ണമായും ഗാമെറ്റോഫൈറ്റിൽ നിന്ന് സ്വതന്ത്രമാണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഗാമെറ്റോഫൈറ്റിൽ ഇങ്ങനെ ആഴ്ന്നിറങ്ങിയിട്ടാണ് അതിൻ്റെ ഫൂട്ട് ഭാഗമുള്ളത്. ഒരു ഫൂട്ടും ഒരു ക്യാപ്സ്യൂളും മാത്രമാണ് ആന്തോസറോസിൻ്റെ സ്പോറോഫൈറ്റിനുള്ളത്. ഓർക്കുന്നുണ്ടോ? ഡിഗ്രിക്കൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ ആൻസർ നോക്കാം നമുക്ക്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇതിന് സ്ഥിരമായ മെരിസ്റ്റമാറ്റിക് പ്രദേശമുണ്ട്. അപ്പം നമുക്ക് 3 ടൈപ്പേ പഠിക്കാനുള്ളൂ എന്ന് പറയുമ്പോൾ 3ൻ്റെയും സ്പോറോഫൈറ്റിൻ്റെയൊക്കെ ഘടനയൊക്കെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എന്നാലേ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 5ാമത്തെ ചോദ്യം വായിക്കാം. റിക്സിയ സാധാരണയായി കണ്ടുവരുന്നത് ഏത് സാഹചര്യത്തിലാണ്? എങ്ങനെയുള്ള സാഹചര്യത്തിലാണ് റിക്സിയ മറ്റ് ബ്രയോഫൈറ്റ്സുകളൊക്കെ എങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കാണപ്പെടുന്നത്? അതിൻ്റെ ഹാബിറ്റാറ്റ് എങ്ങനെയാണെന്നാണ് ചോദ്യം. അപ്പം നോക്കാം. ഓപ്ഷൻ എ സമുദ്രജലത്തിൽ, ഓപ്ഷൻ ബി ശുദ്ധജലത്തിൽ, ഓപ്ഷൻ സി നനവുള്ള ഭൂപരിസ്ഥിതിയിൽ, ഓപ്ഷൻ ഡി എപ്പിഫൈറ്റിക് ആയിട്ട്. അപ്പോൾ ഇത് നമുക്കൊരു സിമ്പിൾ ചോദ്യമാണ്, പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. നനവുള്ള ഭൂപരിസ്ഥിതിയിലാണ് സാധാരണയായിട്ട് എല്ലാ ബ്രയോഫൈറ്റുകളും ജീവിക്കുന്നത് അല്ലേ? അപ്പോൾ റിക്സിയയും അങ്ങനെ തന്നെയാണ്, നനവുള്ള ഭൂപരിസ്ഥിതിയിലാണ് ജീവിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കുക. റിക്സിയയോട് താരതമ്യപ്പെടുത്തിയാൽ ആന്തോസിറോസിന് ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? ആന്തോസിറോസിന് എന്തോ സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ട് റിക്സിയയ്ക്ക് ഇല്ലാത്ത. അങ്ങനെയുള്ളത് എന്താണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് നോക്കാം. റൈസോയിഡുകൾ ഇല്ലായിരിക്കും. അടുത്ത ഓപ്ഷൻ ക്ലോറോപ്ലാസ്റ്റിനുള്ളിൽ പൈറിനോയിഡുകൾ കാണപ്പെടും. ഓപ്ഷൻ സി സ്പോറോഫൈറ്റ് ഫോട്ടോസിന്തസിസ് നടത്തില്ല. ഓപ്ഷൻ ഡി ആന്തറീഡിയ ഇല്ല. അപ്പോൾ ഓരോരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. റൈസോയിഡുകൾ ഇല്ലായിരിക്കും എന്നുള്ളത് എന്തായാലും തെറ്റാണ്. 3 സ്പീഷീസിലും അല്ലെങ്കിൽ 3 ടൈപ്പിലും റിക്സിയ, ആന്തോസിറോസ്, ഫ്യൂണേറിയ ഈ 3 എണ്ണത്തിലും എന്തുണ്ട്? റൈസോയിഡ്സ് ഉണ്ട്. അപ്പോൾ അതെന്തായാലും ഓപ്ഷൻ തെറ്റാണ്. രണ്ടാമത്തെ നോക്കുക. ക്ലോറോപ്ലാസ്റ്റിനുള്ളിൽ പൈറിനോയിഡുകൾ കാണപ്പെടും. ക്ലോറോപ്ലാസ്റ്റിൽ പൈറിനോയിഡുകൾ കാണുക എന്നുള്ളത് ആന്തോസിറോസിൻ്റെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ആൻസർ ആയിട്ട് വരിക. നമുക്ക് താഴെയുള്ളത് കൂടി നോക്കാം. സ്പോറോഫൈറ്റ് ഫോട്ടോസിന്തസിസ് നടത്തില്ല. സ്പോറോഫൈറ്റിൽ സ്റ്റൊമാറ്റയും ക്ലോറോപ്ലാസ്റ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫോട്ടോസിന്തസിസ് നടത്തുന്നുണ്ട്. പാർഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്പോറോഫൈറ്റാണ് ആന്തോസിറോസിനുള്ളത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. പിന്നെ ആന്തറീഡിയ ഇല്ല എന്ന് പറയുന്നതും തെറ്റാണ്. ആന്തറീഡിയ ഇല്ലാതെ ആന്ത്രോസോയിഡ്സ് എവിടുന്ന പ്രൊഡ്യൂസ് ചെയ്യുക? ആന്ത്രോസോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലല്ലേ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്താൻ പറ്റൂ. അപ്പോൾ അതൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? ക്ലോറോപ്ലാസ്റ്റിനുള്ളിൽ പൈറിനോയിഡുകൾ കാണപ്പെടുന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, മനസ്സിലായിണ്ടാവുമല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ചുവടെയുള്ളവയിൽ ഏത് ബ്രയോഫൈറ്റിന് സ്വതന്ത്രമായ പ്രോട്ടോണിമ ഘട്ടം കാണപ്പെടുന്നു? നമ്മളിപ്പോൾ കുറേ തവണ റിപ്പീറ്റ് ചെയ്തതാണ്. പ്രോട്ടോണിമ നമ്മൾക്ക് പഠിക്കാനുള്ള 3 ടൈപ്പിൽ ആകെ 1 മാത്രമേ പ്രോട്ടോണിമൽ ഘട്ടമുള്ളൂ. അത് ഫ്യൂണേറിയയ്ക്കാണ്. അപ്പോൾ ഏതാ ആൻസർ? ഫ്യൂണേറിയ. പെട്ടെന്ന് ആൻസറിൽ എത്താൻ പറ്റി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. 8ാമത്തെ ചോദ്യമാണ്. ഫ്യൂണേറിയയുടെ സ്പോറോഫൈറ്റിൻ്റെ ഘടന. ഫ്യൂണേറിയയുടെ സ്പോറോഫൈറ്റിൻ്റെ ഘടന ഇപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താ നോക്കാം. താലസ്, ഓപ്ഷൻ എ വായിക്കുകയാണ്. താലസ്, റൈസോയിഡ്, സ്പോറോഗോണിയം. ഓപ്ഷൻ ബി പ്രോട്ടോണിമ, റൈസോയിഡ്, സ്പോറോഫൈറ്റ്. ഓപ്ഷൻ സി കൊളുമെല്ല, സീറ്റ, സ്പോറോഗോണിയം. ഓപ്ഷൻ ഡി ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ. അപ്പോൾ ഫൂട്ടും സീറ്റയും ക്യാപ്സ്യൂളും അടങ്ങിയ വെൽ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിക് ഘട്ടമാണ് ഫ്യൂണേറിയയിൽ കാണപ്പെടുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആൻസർ ആയിട്ട് വരിക ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. കിട്ടിയല്ലോ അതിൻ്റെ ഉത്തരം. 9ാമത്തെ ചോദ്യം ഒന്ന് നോക്കാം. ചുവടെയുള്ള ഏതിനെല്ലാം സ്പോറോഫൈറ്റിൽ കൊളുമെല്ല കാണപ്പെടുന്നു? അപ്പോൾ സ്പോറോഫൈറ്റിൻ്റെ ഘടനയൊക്കെ വ്യക്തമായിട്ട് പഠിക്കണം എന്നുള്ളത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഏതിൻ്റെയൊക്കെ സ്ട്രക്ചറിലാണ് കൊളുമെല്ല കാണപ്പെടുന്നതെന്ന് നോക്കാം. ഓപ്ഷൻസ് ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? റിക്സിയ, ഫ്യൂണേറിയ, ആന്തോസിറോസ്, പിന്നെ ഓപ്ഷൻ ഡിയിൽ ബി ആൻഡ് സി രണ്ടൊന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ചോദ്യത്തിലേക്ക് എത്താൻ പറ്റൂ. റിക്സിയ എന്തായാലും പ്രിമിറ്റീവ് ആയതുകൊണ്ട് കൊളുമെല്ല എന്ന് ഒരുവിധം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ ഫ്യൂണേറിയയുടെയും ആന്തോസിറോസിൻ്റെയും കാര്യം വരുന്ന സമയത്താണ് വ്യക്തമായിട്ട് പഠിച്ചാലേ അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റൂ. ചിലർക്ക് ഫ്യൂണേറിയയിൽ ഉണ്ടെന്ന് അറിയാം, ചിലർക്ക് ആന്തോസിറോസിലും ഉണ്ടെന്നും അറിയാം. ഇത് രണ്ടിലും ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ.
അതായത് ഫ്യുനേറിയയിലും ഈ ഒരു കൊളുമല്ല എന്നുള്ള പോർഷൻ ഉണ്ട്, അതുപോലെ തന്നെ ആൻഡോസിറോസിലും സ്പോറോഫൈറ്റിന് നടുക്കായിട്ട് ഈ കൊളുമല്ല എന്നുള്ള ഭാഗമുണ്ട്. അപ്പോൾ ആൻസർ മനസ്സിലായല്ലോ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഫ്യുനേറിയയിലും ആൻഡോസിറോസിലും കൊളുമല്ല കാണപ്പെടുന്നുണ്ട്. ഇനി എന്താണ് ഈ കൊളുമല്ലയുടെ ഫംഗ്ഷൻ? കൊളുമല്ല എന്ന് പറയുമ്പോൾ സ്പോറോഗോണിയത്തിൻ്റെ ഏറ്റവും നടുക്കാണ് കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാരൻകൈമാറ്റസ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ സീറ്റയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ സീറ്റ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന ന്യൂട്രിയൻസും വാട്ടറും ഒക്കെ ഗ്രോയിങ് സ്പോറോഫൈറ്റിൻ്റെ എല്ലാ പോർഷനിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് കൊളുമല്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. പിന്നെ ഈ ഒരു സ്പോറോഫൈറ്റിന് ആ ഒരു ആകൃതി നൽകുക എന്നുള്ളതൊക്കെ അതിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് വരുന്നതാണ്. ഇനി നമ്മൾ അടുത്ത ചോദ്യം നോക്കുകയാണ്. 10ാമത്തെ ചോദ്യം, സ്പോറോഫൈറ്റിൽ എലേറ്ററുകൾ ഉള്ളത് ഏതിനാണ്? സ്പോറോഫൈറ്റിൽ ഇലേറ്ററുകൾ ഉള്ളത് ഏതിനാണ്? ഓപ്ഷൻ എ റിക്സിയ, ഓപ്ഷൻ ബി ആൻഡോസിറോസ്, ഓപ്ഷൻ സി ഫ്യുനേറിയ, ഓപ്ഷൻ ഡി എല്ലാ ബ്രയോഫൈറ്റുകളും. അപ്പോൾ ഈ എലേറ്ററുകൾ എന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയിട്ടുള്ളായിരുന്നു? സ്പോർ ഡിസ്പേഴ്സൽ എളുപ്പമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്പോർ ഡിസ്പേഴ്സൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അഡീഷണൽ സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ ഇത് കാണപ്പെടുന്നത് ഏതിലാണെന്നാണ് ചോദ്യം. റിക്സിയയിൽ അങ്ങനെ ഒരു സ്ട്രക്ചേഴ്സ് ഉണ്ടോ? റിക്സിയയിൽ അങ്ങനെ ഒരു സ്ട്രക്ചേഴ്സ് ഇല്ല. കാരണം റിക്സിയ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ളൊരു ബ്രയോഫൈറ്റ് ആണ്. അപ്പോൾ അതിൽ ഇലേറ്റേഴ്സ് ഒന്നുമില്ല. ഇലേറ്റേഴ്സ് ഒക്കെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് ക്യാരക്ടേഴ്സാണ്. ഓക്കെ, ആൻഡോസിറോസിൽ ഇലേറ്റേഴ്സ് ഉണ്ട്, പഠിച്ചിട്ടുണ്ടാവും. ആൻഡോസിറോസിൽ ഒരു സ്യൂഡോ ഇലേറ്റർ, ഒരു വൈ ഷേപ്ഡ് ആയിട്ടുള്ള സ്യൂഡോ ഇലേറ്റേഴ്സ് ആ ക്യാപ്സ്യൂളിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഫ്യുനേറിയയിൽ അതുപോലെ എന്തെങ്കിലും ഇലേറ്റേഴ്സ് ഉണ്ടോ? ഇല്ല, ഫ്യുനേറിയയിൽ ഇലേറ്റേഴ്സ് ഒന്നുമില്ല. എല്ലാ ബ്രയോഫൈറ്റുകളിൽ നിന്നുള്ള ഓപ്ഷനും തെറ്റാണ്. പ്രിമിറ്റീവ് ആയിട്ടുള്ള ബ്രയോഫൈറ്റ്സിലൊന്നും ഇലേറ്റേഴ്സ് ഇല്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. കണ്ടോ, ആൻഡോസിറോസ് ആണ് ഇതിൻ്റെ ആൻസർ. ഇനി 11ാമത്തെ ഒരു ചോദ്യം, ബ്രയോഫൈറ്റുകളുടെ പാരിസ്ഥിതിക പ്രാധാന്യം, ബ്രയോഫൈറ്റുകളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നോക്കാം. ഓപ്ഷൻ എ മണ്ണ് രൂപീകരണത്തിൽ സഹായിക്കുക, അതായത് തുടർച്ചയായി പയനിയർ സ്പീഷീസുകളായിട്ട് ആക്ട് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് ബ്രയോഫൈറ്റ്സ്. ഓപ്ഷൻ ബി ആവാസ വ്യവസ്ഥയിൽ ഈർപ്പം നിലനിർത്തുക, ഓപ്ഷൻ സി മണ്ണൊലിപ്പ് തടയുക, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അപ്പോൾ ഓരോരോ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഇനി മണ്ണ് രൂപീകരണത്തിൽ സഹായിക്കുക. മണ്ണ് രൂപീകരണത്തിൽ സഹായിക്കുക എന്ന് പറയുമ്പോൾ പാറയുടെ മുകളിലും അല്ലെങ്കിൽ ഉറപ്പുള്ള പർവ്വത പ്രദേശങ്ങളിലൊക്കെയാണ് എന്ത് കാണപ്പെടുന്നത്? പറ്റിപ്പിടിച്ച് ജീവിക്കുന്നത്. ഈ ബ്രയോഫൈറ്റുകൾ പറ്റിപ്പിടിച്ച് ജീവിക്കുന്നത്, അതായത് നനവുള്ള പ്രതലങ്ങളിൽ പറ്റിപ്പിടിച്ചാണ് ഇത് ജീവിക്കുന്നത്. അപ്പോൾ ഒരു ലൈഫ് ഒറിജിനേറ്റ് ചെയ്തിട്ടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഒരു പയനിയർ സ്പീഷീസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൂടി ആരാണ്? ബ്രയോഫൈറ്റുകളാണ്. ഓക്കെ, നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് വിശദമായിട്ട് നോക്കാം. ഓപ്ഷൻ എ എന്താണ് പറയുന്നത്? മണ്ണ് രൂപീകരണത്തിൽ സഹായിക്കുക. മണ്ണ് രൂപീകരണത്തിൽ സഹായിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ബ്രയോഫൈറ്റ്സ് എങ്ങനെയുള്ള ഭാഗത്താണ് ജീവിക്കുന്നത്? ഉറപ്പുള്ള പാറകളുടെ മുകളിലോ അല്ലെങ്കിൽ നനവുള്ള പ്രദേശങ്ങളിൽ, പൊതുവേ പറയുമ്പോൾ നനവുള്ള പ്രദേശങ്ങളിൽ, പാറപ്പുറത്തൊക്കെയാണ് സാധാരണയായിട്ട് എന്തിനെ കാണുന്നത്? ഈ ഒരു ബ്രയോഫൈറ്റ്സിനെ കാണുന്നത്. അപ്പോൾ പാറയുടെ മുകളിലൊക്കെ ഈ ബ്രയോഫൈറ്റ്സ് ജീവിക്കുമ്പോൾ കുറേ കാലക്രമേണ എന്ത് ചെയ്യും? വെതറിങ്ങിലേക്ക് അത് നയിക്കും. പാറ പൊടിഞ്ഞാണല്ലോ മണ്ണുണ്ടാകുന്നത്. അപ്പോൾ മണ്ണ് രൂപീകരണത്തിലേക്കുള്ള ഒരു കാരണമായിട്ട് ഈ ബ്രയോഫൈറ്റ്സ് മാറാറുണ്ട്. അപ്പോൾ തുടർച്ചയായിട്ട് പയനിയർ സ്പീഷീസ് ആകുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ജീവൻ ഉത്ഭവിച്ചിട്ടില്ലാത്തൊരു ഭാഗത്ത് അല്ലെങ്കിൽ സസ്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഭാഗത്ത് ആദ്യമായിട്ട് സസ്യം ഉണ്ടായി വരുമ്പം അതിൻ്റെ ഏറ്റവും ആദ്യത്തെ മെമ്പർ എന്നുള്ള രീതിയിലും ബ്രയോഫൈറ്റ്സ് വരാറുണ്ട്. അപ്പോൾ തുടക്കത്തിലെ ആദ്യത്തെ ആളെന്നുള്ള രീതിയിലാണ് പയനിയർ സ്പീഷീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മണ്ണ് രൂപീകരണത്തിൽ സഹായിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ളൊരു ഓപ്ഷനാണ്, നമുക്ക് മനസ്സിലായി. പക്ഷെ മാർക്ക് ചെയ്യാനായിട്ടില്ല. നമുക്ക് അടുത്തതും കൂടി വായിക്കണം. ആവാസ വ്യവസ്ഥയിൽ ഈർപ്പം നിലനിർത്തുക. ആവാസ വ്യവസ്ഥയിൽ ഈർപ്പം നിലനിർത്തുക എന്ന് പറയുമ്പോൾ നനഞ്ഞ മണ്ണിലൊക്കെയാണ് ഇത് വളരുന്നത്. മണ്ണിലോ പാറേൻ്റെ മേലെയൊക്കെയാണ് ഇത് വളരുന്നത്. അപ്പോൾ മണ്ണിലൊക്കെ ഇതിങ്ങനെ ഒരു മാറ്റ് പോലെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ സൺലൈറ്റ് നേരെ മണ്ണിലേക്ക് പതിയുന്നതിന് പകരം ഈ ഒരു ചെടിയിലേക്കാണല്ലോ പതിയുക. അപ്പോൾ ഇതൊരു മാറ്റ് പോലെ ഇങ്ങനെ നിന്നിട്ട് മണ്ണിലെ ഈർപ്പം അങ്ങനെ തന്നെ നിലനിർത്താൻ അല്ലെങ്കിൽ കുറേയെങ്കിലും വെള്ളത്തിന് ഹോൾഡ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈർപ്പം നിലനിർത്താൻ എന്തായാലും ഈ ബ്രയോഫൈറ്റ്സിൻ്റെ ഒരു വളർച്ച കൊണ്ട് സാധിക്കും. അപ്പോൾ അതും ശരിയാണ്. ഇനി ഓപ്ഷൻ സി നോക്കുക, മണ്ണൊലിപ്പ് തടയുക. അപ്പോൾ മണ്ണിലൊരു മാറ്റ് പോലെ ഇങ്ങനെ മണ്ണിനെ പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ ഉപരിതലത്തിൽ ഇങ്ങനെ ഒരു പിടുത്തം കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് തന്നെ അത് മണ്ണൊലിപ്പ് തടയുന്നുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഓപ്ഷൻ സിയും കറക്റ്റാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാം ശരിയാണെന്നുള്ള ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഉത്തരമായിട്ട് വരിക. എല്ലാം ശരിയാണെന്നുള്ളതാണ് ഉത്തരമായിട്ട് വരിക. നോക്കാം, കണ്ടോ, എല്ലാം ശരിയാണെന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ.
ഇനി 12ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആന്തോസിറോസിൻ്റെ ഗ്യാമെറ്റോഫൈറ്റിലെ അന്നജ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമ്മൾ ജസ്റ്റ് ഒന്ന് ഏകദേശം ഒന്ന് പറഞ്ഞിട്ടുണ്ട്. റിക്സിയയിൽ ഇല്ലാത്തതും ആന്തോസിറോസിലുള്ളതുമായ ഒരു ഘടന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആൻസറിലേക്ക് എത്താൻ പറ്റുമോ നോക്കാം. ഓപ്ഷൻ എ ക്യൂട്ടിക്കിൾ, ഓപ്ഷൻ ബി സ്റ്റൊമാറ്റ, ഓപ്ഷൻ സി സിംബയോട്ടിക് അസോള ബാക്ടീരിയ, ഓപ്ഷൻ ഡി പൈറിനോയിഡുള്ള ക്ലോറോപ്ലാസ്റ്റുകൾ. അപ്പോൾ പൈറിനോയിഡുള്ള ക്ലോറോപ്ലാസ്റ്റുകളാണ് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത്? അന്നജ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ ആപ്പിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, ഒരുപാട് റിവിഷൻസ് കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് സീരിയസ് ആയിട്ട് പഠിച്ച് തുടങ്ങുക. അപ്പോൾ HSI നാച്ചുറൽ സയൻസിൻ്റെ സിലബസിലെ പുതിയൊരു പോർഷനുമായിട്ട് വീണ്ടും കാണാം. ശരി, താങ്ക്